മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശത്രുക്കൾക്ക് ഒന്നടങ്കം കിടിലൻ തിരിച്ചടി കൊടുത്തുകൊണ്ട് മാർക്കോയുടെ തിരക്കഥയ്ക്കൊടുവിൽ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയെയും കൂട്ടി കമലേശ്വരത്ത് എത്തുന്നുണ്ട്. ശേഷം അവർക്ക് ഗംഭീര ശിക്ഷ തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലം അവരെന്തൊക്കെ ക്രൂരതകൾ കണ്ണനോടും മഹാലക്ഷ്മിയോടും ചെയ്താലും തൻ്റെ രണ്ടാനമ്മയാണെങ്കിലും ദുർഗയെ താൻ അമ്മ എന്ന് തന്നെയല്ലേ വിളിച്ചത്. അതുമാത്രമല്ല, അമ്മ രണ്ടാണെങ്കിലും 3 പേരുടെയും അച്ഛൻ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദുർഗയെയും ഉണ്ണിയെയും മഞ്ജുവിനെയും കണ്ണൻ ഇതുവരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരുന്നില്ല. പക്ഷേ ഇത്തവണ അവർ മഹാലക്ഷ്മിയോട് ചെയ്തത് കണ്ണൻ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഒരു കൊടും ക്രൂരത തന്നെയാണ്. മാർക്കോ കൃത്യസമയത്തെത്തി മഹാലക്ഷ്മിയെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? തൻ്റെ ഭാര്യയല്ലേ എല്ലാവരും കൂടി ഇല്ലാതാക്കാൻ നോക്കിയത്. എന്നിട്ട് ആ സന്തോഷത്തിൽ എല്ലാവരും ചേർന്ന് മതിമറക്കുന്നു. അതൊന്നും കണ്ണന് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ശേഷം അങ്ങനെ ദുർഗയെയും ഉണ്ണിയെയും കരുണയെയും കമലേശ്വരത്ത് നിന്നും ഇറക്കി വിടുകയാണെന്നുള്ളൊരു തീരുമാനം കണ്ണൻ അവിടെ പറയുന്നുണ്ട്. നിങ്ങളെൻ്റെ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടല്ലേ ഇയാളെ ഇല്ലാതാക്കാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെ ഈ വീട്ടിൽ താമസിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കൾ പോലും എന്നോട് പൊറുക്കില്ല. എനിക്കും ഇയാൾക്കും മനസമാധാനമായിട്ടും സന്തോഷത്തോടെയും ഈ വീട്ടിൽ കഴിയണം. ഇയാളെ ഇല്ലാതാക്കി എല്ലാം ഒറ്റയടിക്ക് സ്വന്തമാക്കി സുഖമായിട്ട് കഴിയാം എന്നാണ് നിങ്ങൾ കണക്ക് കൂട്ടിയത്. ഇതെൻ്റെ വീടാണ്, അതുകൊണ്ട് ഇവിടെ ആരൊക്കെ താമസിക്കണം താമസിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും എനിക്കാണ്. പിന്നെ പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്, ഇയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ പിന്നെ ആരും ഈ വീട്ടിൽ ഉണ്ടാകില്ലെന്ന്. പക്ഷേ പലപ്പോഴായിട്ട് നിങ്ങളതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മാപ്പില്ല. വേഗം എടുക്കാനുള്ളത് എടുത്ത് സ്ഥലം വിടാൻ കണ്ണനെ ആജ്ഞാപിക്കുമ്പോൾ, മോനെ നീ ഇങ്ങനെ ഞങ്ങളെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ പെട്ടെന്ന് എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളുടെ വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ വാടകയ്ക്കൊരു വീടെടുത്ത് താമസിക്കാം. ഇയാളെ കൊന്ന് ചിത കൂട്ടാൻ നോക്കിയ നിങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കത് അറിയേണ്ട കാര്യമില്ല എന്ന് തന്നെ കണ്ണൻ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ അവരോടായിട്ട്. ഇതേ സമയം അമ്മ എന്തിന് ഇയാളുടെ കാല് പിടിക്കുന്നത്? നമുക്ക് കരുണയുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാം. ഇനിയും ഇയാളുടെ ആജ്ഞയും കേട്ട് ഈ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഇയാളും ഇയാളുടെ ഭാര്യയും കൂടി ഇവിടെ സന്തോഷത്തോടെ കഴിയട്ടെ. ഞങ്ങളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് തന്നെ ഞാൻ കോടതി കയറ്റി ഇറക്കും. തനിക്കിനി കോടതി കയറി ഇറങ്ങാനേ സമയം ഉണ്ടാകൂ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, എന്നാൽ നീ അങ്ങനെ തന്നെ ചെയ്യടാ. നിങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടതിൻ്റെ പേരിൽ കോടതി എന്നെ ശിക്ഷിക്കുമെന്ന് കോടതി എന്നെ ശിക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തിനും അതിൻ്റെ പേരിൽ മാപ്പ് ചോദിക്കാനും തയ്യാറാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ ആ വെല്ലുവിളി കണ്ണൻ ഏറ്റെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം ഉണ്ണിയേട്ടൻ പറഞ്ഞത്, അമ്മേ ശരി, നമുക്ക് എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാം. അവിടെ നമ്മളെ 2 കൈയും നീട്ടി അച്ഛനും മുത്തശ്ശിയും സ്വീകരിക്കും. അവിടെ അമ്മയ്ക്കും ഉണ്ണിയേട്ടനും ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല എന്ന് തന്നെ കരുണ അഹങ്കാരത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. കരുണ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ദുർഗയ്ക്ക് പക്ഷേ കരുണയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. പാതി മനസ്സോടുകൂടി വേറെ വഴിയില്ലാതെ അതിന് സമ്മതിക്കുകയാണ് ദുർഗ ചെയ്യുന്നത്. അമ്മ വാ, നമ്മൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഇപ്പം തന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ കരുണ ദുർഗയെയും ഉണ്ണിയെയും കൂട്ടി പടിയിറങ്ങാണ്. അവർ പോയതിന് ശേഷം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നു കണ്ണേട്ട, അവരെ ഇറക്കി വിട്ടു, അതിൻ്റെ ആ ഒരു ശാപം കൂടി ഇനി നമ്മുടെ തലയിലാവും. എത്രയായാലും കണ്ണേട്ടൻ്റെ അമ്മയും അനിയനും ഒക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചിന്ത അവർക്ക് കൂടി വേണ്ടേ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് തോന്നുമായിരുന്നോ? ഇനി താൻ എന്നോട് അവർക്ക് വേണ്ടി വക്കാലത്തിന് വേണ്ടി വരണ്ട എന്ന് തന്നെ മഹാലക്ഷ്മിയോടും കടുപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച കരുണ ദുർഗയെയും ഉണ്ണിയെയും കൂട്ടി മുത്തശ്ശിയുടെ വീട്ടിലെത്തുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നമ്മളോട് ആരും പറയില്ല ഉണ്ണിയേട്ട, കാരണം ഇതെൻ്റെ വീടാണ്. അയാളുടെ വലിയേട്ടൻ കളി കാണാതെ നമുക്കിവിടെ സ്വസ്ഥമായിട്ട് കഴിയാലോ എന്നെല്ലാം കരുണ പറയുമ്പോൾ, നമ്മൾ ഇതിനു മുൻപ് കമലേശ്വരത്ത് നിന്നും വരണമായിരുന്നു കരുണ എന്ന് പറയുന്നുണ്ട് ഉണ്ണി. എങ്കിലും അവളുടെ വാക്ക് കേട്ട് അവൻ നമ്മളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടല്ലോടാ മോനെ. രണ്ടാനമ്മ ആയാലും അവനെ വളർത്തിയത് ഞാനല്ലേ. ഉണ്ണി അവൻ്റെ സ്വന്തം അനിയനല്ലേ. അവൻ നമ്മളോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണെന്ന് ദുർഗ പറയുമ്പോൾ, അത് ദുർഗ പറഞ്ഞത് ശരിയാണ്. ദുർഗയും ഉണ്ണിമോനും കരുണമോളും കൂടി തറവാട്ടിൽ നിന്നും ഇറങ്ങിയതോടെ മഹാലക്ഷ്മി അവൾക്കിപ്പോൾ സ്വർഗം പിടിച്ചടക്കിയ സന്തോഷത്തിലായിരിക്കും. കമലേശ്വരത്തെ മഹാറാണി അവളെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു. അവസാനം അവൾ പ്രേതമായി എത്തിയെന്ന് പേടിച്ച് നമ്മളൊക്കെ നെട്ടോട്ടോടി. അന്ന് ശ്വാസം നിലച്ചു പോകാതിരുന്നത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുന്നുണ്ട് പ്രതാപൻ.
ദുർഗയ്ക്കും ഉണ്ണിമോനും കരണമോൾക്കും ഇവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ഒരുത്തിയുണ്ടല്ലോ അവളുടെ അമ്മ മോഹിനി, അവൾക്കിപ്പോൾ സന്തോഷമായി കാണും. എല്ലാം കൊണ്ടും കമലേശ്വരത്ത് തമ്പുരാട്ടിയായാലും അവളുടെ മോള്. കാരണം മോളുടെ കണ്ണീര് കണ്ടാലും വേണ്ടില്ല, അവളുടെ മൂത്ത മോള് സന്തോഷിക്കണം, അതാണ് അവളുടെ മനസ്സിലിരിപ്പ്. നിങ്ങൾ 3 പേരും അവളുടെ അവളുടെ മുൻപിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്നൊക്കെ അവളിങ്ങനെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു കാണും. അതായിരിക്കും കണ്ണൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമെന്ന് മുത്തശ്ശി മോഹിനിയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ വീണ്ടും പ്രതികാരത്തോടു കൂടി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല, ഞാൻ അയാളെ കോടതി കയറ്റി എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമൊന്നുമല്ല ഉണ്ണിമോനെ. കമലേശ്വരം തറവാട് അവൻ്റെ അമ്മയുടെ വീടല്ലേ, അതുകൊണ്ട് അവിടെ ആരെ താമസിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവനുണ്ട്. അതുകൊണ്ട് കോടതിയിൽ പോയാലും നമുക്ക് ജയിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. എന്തായാലും കല്യാണത്തിന് മുൻപ് ഉണ്ണിമോനു കൂടിയാണ് കമലേശ്വരം തറവാട് ബിസിനസ്സുകൾ എന്നൊക്കെ കരുതിക്കൊണ്ടാണ് കരുണമോളെ ഉണ്ണിമോനെ വിവാഹം കഴിച്ചു തന്നത്. പക്ഷേ നിനക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലല്ലോ ഉണ്ണിമോനെ എന്നൊക്കെ പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് ഉണ്ണിയെ നാണം കെടുത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട് നാണം കെടുന്നുണ്ട് ഉണ്ണിയും ദുർഗയും. അവർക്കൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല കേട്ടോ അവരുടെ മുന്നിൽ. അങ്ങനെ കരുണയുടെ വീട്ടിൽ മഹാറാണിയെ പോലെ താമസിക്കാം, കരുണ സ്വന്തം അമ്മായിയമ്മയാണെങ്കിലും അമ്മയെ പോലെ കരുതിക്കൊണ്ട് തന്നെ സ്നേഹിക്കും എന്ന് കണക്കുകൂട്ടലിലാണ് കേട്ടോ ദുർഗ വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ എത്തുന്നതും കരുണയുടെ യഥാർത്ഥ സ്വഭാവം ദുർഗ തിരിച്ചറിയുന്നുണ്ട്. തുടർന്ന് കരുണ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ജോലിക്കാരെയൊന്നും വെക്കാൻ പറ്റില്ല അമ്മേ. പിന്നെ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് മേലനങ്ങി അങ്ങനെ ജോലി ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇവിടുത്തെ ജോലികളൊക്കെ അമ്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയെ പതുക്കെ അവിടുത്തെ വേലക്കാരിയാക്കി മാറ്റുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി കരുണയുടെ യഥാർത്ഥ സ്വഭാവം ദുർഗയുടെ മുന്നിൽ തെളിയാണ്. കാരണം ശരിക്കും ഒരു നാണം കെട്ട ഒരു വേലക്കാരിയെ പോലെ തന്നെയാണ് കേട്ടോ കരുണ ദുർഗയെ കണക്കാക്കുന്നത്. കാരണം സ്വന്തമായിട്ട് ഒരു വീടില്ല, ഉണ്ണിക്കുമില്ല, ഇവരുടെ ചെലവിലാണ് അവർ കഴിയുന്നത് എന്ന രീതിയിലൊക്കെയാണ് കരുണ അവരോട് പെരുമാറുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഹാലക്ഷ്മി തന്നെയായിരുന്നു കരുണയേക്കാൾ ഭേദം. മഹാലക്ഷ്മി എന്തുകൊണ്ടും നല്ലതായിരുന്നു, അവിടെ തന്നെ താമസിച്ചാൽ മതിയായിരുന്നു. കരുണ അഹങ്കാരം പിടിച്ച ഒരു പെണ്ണാണ് എന്നുള്ളൊരു കാര്യം ദുർഗ അങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്